എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഇത് ബേസിക്കലി നമുക്ക് എഡിറ്റോറിയൽ ഉണ്ടായിരുന്ന ന്യൂസുകൾ തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ ദ ജുഡീഷ്യറി. അപ്പോൾ നമുക്കറിയാം വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ വുമൺസ് റെപ്രസെൻറ്റേഷൻ ഇൻ പൊളിറ്റിക്സ് ആകട്ടെ, അല്ലെങ്കിൽ ഇലക്ടോറൽ പ്രോസസ്സ്, അതുപോലെ തന്നെ ജുഡീഷ്യറി, അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ UPSC മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ പൊളിറ്റി ജുഡീഷ്യറി GS2 പൊളിറ്റി ജുഡീഷ്യറി എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ എ ഗെയിം ചേഞ്ചർ ഇൻ വുമൺസ് എംപവർമെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വുമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് GS3 എക്കണോമി എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. അപ്പോൾ രണ്ടിലും നമുക്ക് വുമൺസ് പെർസ്പെക്റ്റീവിൽ ഡേറ്റയും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ആൻസർ റൈറ്റിങ്ങിൽ വളരെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയലൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ന്യൂസാണ്. വാട്ട് ചാലഞ്ചസ് ഡസ് ഇന്ത്യ ഫേസ് ഇൻ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് GS3 എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കുറേ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ 3 ടോപ്പിക്സാണ് നമ്മൾ ഇപ്രാവശ്യത്തെ DNA നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദ അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ ദ ജുഡീഷ്യറി. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ ജുഡീഷ്യറി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അപ്ഹോൾഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫെയർനെസ്. However, representation of women in India's judiciary remains limited, with significant gender disparities evident, particularly higher ലെവൽസിൽ. അപ്പം എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ജുഡീഷ്യറിയിൽ വുമൻ്റെ റോള് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറണ്ട് സ്റ്റേറ്റസിൽ ഡേറ്റാ പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് നിങ്ങളുടെ ആൻസർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് ഓഫ് റീസെൻറ്റ് റിപ്പോർട്ട്സ് വുമൺ കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി 36.3% ഓഫ് ജഡ്ജസ് ഇൻ ദ ഡിസ്ട്രിക്ട് ജുഡീഷ്യറി അക്രോസ് ഇന്ത്യ. At higher levels, representation declines further, with 13.4% women in the higher courts and 9.3% in the Supreme Court as of the early 2023. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റാസൊക്കെ ഓർത്തിരിക്കുക. പിന്നെ സം സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് ഉത്തരാഖണ്ഡ് ഹാവ് നോ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഹയർ കോർട്ട്സ്. അപ്പോൾ ഈ സ്റ്റേറ്റുകളിലൊന്നും ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ ഹയർ കോർട്ട്സിൽ ഇല്ല. In the bar, 15% of advocates are women, highlighting gender disparity in legal practice and representation. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ചാലഞ്ചസ് എന്താണ്? അതായത് വുമണിന് എന്തുകൊണ്ടാണ് ഈ ലീഗൽ റെപ്രസെൻറ്റേഷൻ, ജുഡീഷ്യറി റെപ്രസെൻറ്റേഷൻ കുറയുന്നത്? ഒന്ന് സ്ട്രക്ചറൽ ബാരിയേഴ്സ് ആണ്. അതായത് ലാക്ക് ഓഫ് അഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വാഷ്റൂംസോ അങ്ങനെയുള്ള കാര്യം, വുമണിന് വേണ്ടിയിട്ടുള്ള വാഷ്റൂംസും കാര്യങ്ങളും ഒന്നും ജുഡീഷ്യറിയിൽ ഇല്ലാത്തത്, ഓക്കെ, കോർട്ടിലില്ലാത്തത്, അതൊരു പ്രവലൻ്റ് ഇഷ്യൂ ആണ്. ഇൻ മോസ്റ്റ് കേസസിൽ മെന്നിൻ്റെ വാഷ്റൂമാണ് വുമൺ യൂസ് ചെയ്യുന്ന പോലും. അങ്ങനത്തെ ന്യൂസ് നമുക്ക് ലാസ്റ്റ് ഇയർ ഒക്കെ സെയിം ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്തതാണ്. ഓക്കെ, ഫാമിലി ഫ്രണ്ട്ലി അമ്യൂണിറ്റീസ് ലൈക്ക് ക്രച്ചസ് ഫോർ ഇൻ സം കോർട്ട്സ് ആർ റെസ്ട്രിക്റ്റീവ്, ലിമിറ്റിംഗ് ആക്സസിബിലിറ്റി ഫോർ വുമൺ വിത്ത് യങ് ചിൽഡ്രൻ. ഓക്കെ, പിന്നെ പോളിസി ഗ്യാപ്പാണ്. പോളിസീസ് ഫോർ റിക്രൂട്ടിംഗ് ആൻഡ് റീറ്റെയിനിങ് വുമൺ ഇൻ ജുഡീഷ്യറി ആർ inadequate. Women in law are often unable to reach positions of influence, creating a limited pool of candidates eligible for elevation to the bench. Okay. അപ്പോൾ പിന്നെ അൺകോൺഷ്യസ് ബയസസ് ആൻഡ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. സൊസൈറ്റൽ നോംസ് ഓഫൺ പ്ലേസ് അഡീഷണൽ ബർഡൻസ് ഓൺ വുമൺ ടു ബാലൻസ് പ്രൊഫഷണൽ ആൻഡ് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇമ്പാക്റ്റിംഗ് ദെയർ കരിയർ ട്രജക്ടറി. ഓക്കെ, and all male judicial infrastructure, including recruitment committees, often lacks a gender sensitive approach, hindering gender balance. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിസീസ്, അതായത് മാറ്റേണിറ്റി ലീവ് ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഒരു വുമൺ കൊച്ചിനെ കൊണ്ട് വരുവാണ്, അല്ലെങ്കിൽ ഒരു മദർ കൊച്ചിനെ കൊണ്ട് വരുവാണ്, അപ്പോൾ കൊച്ചിനെ നോക്കാനായിട്ടുള്ള സ്ഥലമില്ലാത്തത്. ഓക്കെ, അപ്പം ആബ്സെൻസ് ഓഫ് ഫോർമലൈസ്ഡ് മാറ്റേണിറ്റി ലീവ് പോളിസീസ് ആൻഡ് അതർ ഫാമിലി ഫ്രണ്ട്ലി അക്കോമഡേഷൻസ് ആർ ചലഞ്ചസ് specific to female lawyers and judges. Instances of gender biases in decision making and evaluation processes create further obstacles.
ഓക്കെ, അപ്പോൾ എന്തൊക്കെ റിഫോംസ് ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ടു അഡ്രസ് ദീസ് ചാലഞ്ചസ് മൾട്ടി ഫേസ്ഡ് അപ്രോച്ച്, അതായത് മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് വേണം നമുക്കിതിന് ഈ ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാൻ. ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ്. എൻഷുർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജെൻഡർ സെൻസിറ്റീവ് പോളിസീസ് സച്ച് ആസ് മാറ്റേണിറ്റി ബെനിഫിറ്റ്സ്, family leave and equal pay to make the judiciary more accessible to women. പിന്നെ സ്ട്രക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. ഇംപ്രൂവ് കോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബൈ ഇൻകോപ്പറേറ്റിംഗ് ഫെസിലിറ്റീസ് ലൈക്ക് ഡെഡിക്കേറ്റഡ് വാഷ്റൂംസ്, ക്രച്ചസ് ആൻഡ് വുമൺ ഫ്രണ്ട്ലി വർക്ക് സ്പേസസ്. പിന്നെ പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് കമ്മിറ്റീസ് ആണ്, അതായത് ജെൻഡർ റെപ്രസെൻറ്റേഷൻ എല്ലാ കമ്മിറ്റീസിലും കൊണ്ടുവരിക. വുമൻ്റെ റെപ്രസെൻറ്റേഷൻ നല്ല രീതിയിൽ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആകും. അതായത് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ആകട്ടെ, അതുപോലെ തന്നെ ജഡ്ജസ് ആകട്ടെ, അഡ്വക്കേറ്റ്സ് ആകട്ടെ, ബാർ കൗൺസിലിലെ മെമ്പർഷിപ്പ് ആകട്ടെ, അതിലൊക്കെ വുമൻ്റെ റെപ്രസെൻറ്റേഷൻ കൂട്ടേണ്ട ആവശ്യമുണ്ട്. പിന്നെ ട്രെയിനിങ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ്. ജുഡീഷ്യൽ സ്റ്റാഫ് ആൻഡ് ജഡ്ജസ് ഷുഡ് അണ്ടർഗോ ട്രെയിനിങ് ടു കൗണ്ടറാക്ട് അൺകോൺഷ്യസ് ജെൻഡർ ബയസസ്, പ്രൊമോട്ടിംഗ് എ ഫെയറർ ഇവാലുവേഷൻ ഓഫ് വുമൺ കാൻഡിഡേറ്റ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ദ അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ ജുഡീഷ്യറി ഈസ് നോട്ട് ജസ്റ്റ് എ മാറ്റർ ഓഫ് നമ്പേഴ്സ് ബട്ട് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ജസ്റ്റിസ് ഇറ്റ്സെൽഫ്. അതായത് വുമൺ ഒരു പ്രശ്നമായിട്ട് വരുവാണ്, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഇഷ്യൂ ആയിട്ട് ഒരു വുമൺ ജഡ്ജിനെ സമീപിക്കുമ്പോൾ ആ ജഡ്ജ് മെയിലാണോ ഫീമെയിൽ ആണോ? ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ആ ഒരു വിക്ടിമിന് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. മെയിൽ ആകുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ വരും. ഓക്കെ, അപ്പം representation will bring diverse perspective into judicial decision making, making the judiciary more reflective of society's needs. Addressing these issues through policies, infrastructure and support systems will be essential for achieving a gender balanced judiciary. അപ്പം ഇത് നമ്മൾ ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വുമൺ റെപ്രസെൻറ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കാൻ കാരണം നമുക്ക് UPSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. അപ്പം അതിന് 2019 വന്ന ചോദ്യമാണ്, വാട്ട് ആർ ദ കണ്ടിന്യൂഡ് ചാലഞ്ചസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എഗെയിൻസ്റ്റ് ടൈം ആൻഡ് സ്പേസ്. പിന്നെ ഡിസ്കസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൺ ഇൻ ഇന്ത്യ. ഇത് 2015 ചോദിച്ചതാണ്. അപ്പോൾ വുമൻ്റെ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് UPSC വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ ഡേറ്റ പോയിൻറ്റ്സ് ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സോളാർ എ ഗെയിം ചേഞ്ചർ ഇൻ വുമൻസ് എംപവർമെൻറ്റ്. കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോളാർ എനർജി ഹാസ് എമേർജ്ഡ് ആസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സ് ഇൻ അഡ്രസ്സിംഗ് ബോത്ത് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ചാലഞ്ചസ്. By centralizing power generation, solar energy has the potential to uplift marginalized communities, empower women and foster sustainable development. ഓക്കെ, അപ്പോൾ ഡീസെൻട്രലൈസേഷനിലുള്ള ഇമ്പാക്റ്റ് എന്താണ്? ഡീസെൻട്രലൈസ്ഡ് സോളാർ പവർ ജനറേഷൻ പുട്സ് എനർജി ഡയറക്ട്ലി ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് കമ്മ്യൂണിറ്റീസിന് വരും. അതായത് എന്താണ്, ഒരു എക്സ്റ്റെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടാതെ ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ട് പവർ ജനറേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്താണ്, പർട്ടിക്കുലർ വുമണിന് ഈ ഒരു എനർജി സോഴ്സ് കൊണ്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ഓഫ് സോളാർ എനർജി ഇൻ വുമൻസ് എംപവർമെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് എക്കണോമിക് എംപവർമെൻ്റ് ആണ്. സോളാർ എനർജി ഓഫേഴ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മാനുഫാക്ചറിങ്, ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ്. By 2030, India solar sector is expected to create over 1 million jobs for women. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ പോയിൻ്റ് ആണ്. ഇപ്പോൾ 2030 കൂടി ഏകദേശം വുമൺ എംപ്ലോയ്മെൻറ്റ് മാത്രം സോളാർ സെക്ടറിൽ 1 മില്യണോളമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം പ്രോഗ്രാംസ് എൻകറേജിങ് വുമൺ ടു ബിക്കം സോളാർ എഞ്ചിനീയേഴ്സ് ആർ പ്രൊവൈഡിങ് സ്കിൽസ്, ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എൻഹാൻസിങ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. പിന്നെ ഇംപ്രൂവിങ് ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ആക്സസ് ടു സോളാർ പവർഡ് സൊല്യൂഷൻസ് സച്ച് ആസ് solar pumps to clean water, solar lighting reduces the physical and health burdens on women who traditionally spend considerable time on chores like fetching water and gathering fuel. അതായത് നമുക്കറിയാം, നേരത്തെ നമ്മൾ ഈ സ്റ്റൗവിൽ അതായത് ഫുഡ് ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ വുഡൊക്കെ വെച്ചാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സോളാർ കുക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നീഡ് കുറയും. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി, സോളാർ പമ്പ്സ് ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരു സ്കീം വന്നതോടുകൂടി വുമണ് ധാരാളം ഡിസ്റ്റൻസ് പോയി വെള്ളം കളക്ട് ചെയ്യേണ്ട ആവശ്യകത കുറഞ്ഞു.
ഓക്കെ, അങ്ങനെയുള്ള ബേർഡൻസ് കുറവാണ് ചെയ്തത്. പിന്നെ സോളാർ പവേർഡ് എക്യുപ്മെൻറ്റ് റെഡ്യൂസസ് റിലയൻസ് ഓൺ പൊല്യൂട്ടിംഗ് ഫ്യൂൽസ് such as kerosene wood, lowering health risks associated with indoor air pollution. Okay, education and social engagement. Solar power improves lighting for homes, allowing women and children to pursue education and other productive activities after dark. When a decentralized energy enables women to be more engaged in community development and leadership roles. Climate and environmental impact. Solar projects reduce carbon footprints and support sustainable practices with a notable impact in climate vulnerable communities. When many women-led initiatives focus on sustainable resource management and circular economy principles, which align with solar energy's environmental benefits. ഓക്കെ, പിന്നെ ഇതിൽ ഈ ഒരു സോളാർ എനർജീസിൽ സ്കെയിലിങ്ങിലുള്ള ചാലഞ്ചസ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഡിസ്പൈറ്റ്സ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് ഉണ്ട്. അതായത് നമുക്കറിയാം, ഒരു സോളാർ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റിമോട്ട് ആൻഡ് അൺഇംപ്രൂവ്ഡ് റീജിയൻസിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയാലും ഇതിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു സോളാർ സിസ്റ്റം ഡിപ്ലോയ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ വരും. പിന്നെ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. വൈൽ സോളാർ എനർജി ക്യാൻ സേവ് കോസ്റ്റ് ഇൻ ദ ലോങ് ടേം, upfront expenses can be a barrier, especially for marginalized communities. പിന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് സോളാർ മെറ്റീരിയൽസ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് എൻവയോൺമെൻറ്റൽ ഹാം. ഇപ്പം മെർക്കുറി പോലത്തെ മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട് സോളാറിൽ. അപ്പോൾ മെർക്കുറി ഒക്കെ എൻവയോൺമെൻറ്റിൽ ഡാമേജ് കൊണ്ടുവരുന്ന ഒരു മെറ്റലാണ്. അപ്പം അതിൽ റീസൈക്ലിങ്ങും സസ്റ്റൈനബിൾ ഡിസ്പോസിബിൾ പ്രാക്ടീസസും കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ ചാലഞ്ചസ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പോളിസി റെക്കമെൻഡേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം വുമൺ എംപവർമെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് സോളാർ എനർജി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പോളിസി വൈസ് നമുക്ക് കൊണ്ടുവരാം? ഒന്നെന്ന് പറയുന്നത് സപ്പോർട്ട് ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഓഫ് ഗ്രിഡ് സൊല്യൂഷൻസ്. ഇൻവെസ്റ്റ് ഇൻ കമ്മ്യൂണിറ്റി ലെവൽ സോളാർ പ്രോജക്ട്സ് ടു റീച്ച് റിമോട്ട് ആൻഡ് അണ്ടർസേർവ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ റീച്ച് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ പ്രൊമോട്ട് വുമൻസ് പാർട്ടിസിപ്പേഷൻ. ഇംപ്ലിമെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു ഇൻക്ലൂഡ് വുമൺ ഇൻ ഓൾ ലെവൽസ് ഓഫ് ദ സോളാർ എനർജി സെക്ടർ ഫ്രം ടെക്നിക്കൽ റോൾസ് ടു ലീഡർഷിപ്പ് പൊസിഷൻസ്. പിന്നെ എൻഹാൻസ് ആക്സസിബിലിറ്റി. പ്രൊവൈഡ് സബ്സിഡീസ് ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു മേക്ക് സോളാർ ടെക്നോളജി ആക്സസിബിൾ ടു ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്. പിന്നെ സർക്കുലർ എക്കണോമിക് പോളിസി കൊണ്ടുവരിക. അതായത് എന്താണ്, റീസൈക്കിൾ ചെയ്യുക, സോളാർ പാനൽസ് ബാറ്ററീസും റീസൈക്കിൾ ചെയ്ത് വേസ്റ്റ് മിനിമൈസ് ചെയ്യുക, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും കുറയ്ക്കുക. അപ്പോൾ കൺക്ലൂഷൻ നമ്മൾ പറയുവാണെങ്കിൽ, സോളാർ എനർജി ഈസ് മോർ ദാൻ എ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത്, എൻവയോൺമെൻറ്റൽ റെസൈലൻസ് ആൻഡ് social empowerment. By integrating policies that prioritize women's involvement and sustainable practices, solar energy can be a cornerstone of a just and inclusive transition to a greener economy. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ യൂഷ്വലി ഒരു ടെക് പെർസ്പെക്റ്റീവിലാണ് സോളാർ എനർജീനെ കണ്ടത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ എംപവർമെൻറ്റ്, വുമൺ ജെൻഡർ ബയസസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പോകുന്നത്. അങ്ങനെ ഒരു ഡയമെൻഷനിൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, വാട്ട് ചാലഞ്ചസ് ഡസ് ഇന്ത്യ ഫേസ് ഇൻ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്സ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺസ്യൂമേഴ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഗ്ലോബലി, essential for boosting agriculture productivity to meet the food demands of its large population. However, country faces multiple challenges in securing a steady supply of fertilizers, എസ്പെഷ്യലി ഇപ്പം നമുക്കറിയാം യുക്രൈൻ വാർ, അതുപോലെ തന്നെ ഗൾഫിലുണ്ടാകുന്ന ഇഷ്യൂസ്. അപ്പം ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ നോക്കുന്ന കറണ്ട് ഇമ്പോർട്ട് സിനാരിയോയിൽ ഇന്ത്യനെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, കറണ്ട് ഫെർട്ടിലൈസർ ഇമ്പോർട്ട് സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പോർട്ട്സ് ടു മീറ്റ് അബൌട്ട് 50 to 60% of its urea, 90% of the requirement of phosphate ഇമ്പോർട്ട് എക്കണോമിയിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ 100% ഓഫ് പൊട്ടാഷ്, അതും 100%. പൊട്ടാഷിൻ്റെ റിക്വയർമെൻറ്റ് 100% നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്സ് ഇൻക്ലൂഡ് യൂറിയ, DAP,
ഡൈഅമോണിയം ഫോസ്ഫേറ്റ്, പിന്നെ NPK, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ സോയിൽ ന്യൂട്രീഷൻ ആൻഡ് ക്രോപ്പ് yield. അപ്പോൾ in 2021-22, India imported about 91 lakh metric tons of urea, 59.43 LMT of DAP, പിന്നെ ലാക്ക് മെട്രിക് ടൺ തന്നെയാണ് 42.22 ലാക്ക് മെട്രിക് ടൺ ഓഫ് MOP, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, റിഫ്ലക്റ്റിംഗ് ദ ഹെവി റിസൈലൻസ് ഓൺ ഫോറിൻ സപ്ലൈസ്. ഓക്കെ, അപ്പം ചാലഞ്ചസ് എന്താണ്? ഇങ്ങനെ നമ്മൾ ഇത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ് അതിനകത്ത് ചാലഞ്ചസ് വരുന്നത്? ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ആണ്. റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് അവിടെ എഫക്റ്റഡ് ആയി, ഇമ്പാക്റ്റിംഗ് ഫെർട്ടിലൈസർ എക്സ്പോർട്സ് ഫ്രം റഷ്യ, വൺ ഓഫ് ദ മേജർ സപ്ലയേഴ്സ്. ഇറ്റ് ഹാസ് ഓൾസോ ഇൻക്രീസ് ഗ്ലോബൽ പ്രൈസസ് ഫോർ ഫെർട്ടിലൈസേഴ്സ്. അതായത് ഇമ്പോർട്ട്സ് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമുക്കറിയാം യൂറിയക്കൊക്കെ സബ്സിഡി ഉണ്ട്. അപ്പോൾ ആ സബ്സിഡി ഗവൺമെൻറ് വഹിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിന് ക്യാഷ് സ്ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ റൈസിങ് ഇമ്പോർട്ട് കോസ്റ്റ് ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റ്. ദ ഗ്ലോബൽ പ്രൈസ് ഹൈക്സ് ഡ്യൂ ടു ദ കോൺഫ്ലിക്റ്റ് ആൻഡ് അതർ ഇൻ്റർനാഷണൽ ക്രൈസിസ് have resulted in the higher cost of imports, impacting the government subsidy allocation. For instance, the fertilizer subsidy of the 2022 to 2023 budget was increased to 2.25 lakh crore to cover rising import prices. അതായത് എന്താണ്, ഫെർട്ടിലൈസർ സബ്സിഡി ഇത്രയും കൂടിയതിന് കാരണം ഇങ്ങനൊരു ക്രൈസിസ് വന്നതിനാണ്. അപ്പോൾ ഫെർട്ടിലൈസർ പ്രൈസസ് കൂടി, അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് ഈ ഒരു സബ്സിഡി കൊടുക്കുന്ന എമൗണ്ട് കൂട്ടേണ്ടി വന്നു. ഓക്കെ, ഓവർ റിസൈലൻസ് ഓൺ ഇമ്പോർട്ട്സ്. പിന്നെ ഇന്ത്യ സോഴ്സസ് ഫെർട്ടിലൈസേഴ്സ് ഫ്രം കൺട്രീസ് ലൈക്ക് ചൈന, റഷ്യ, കാനഡ ആൻഡ് ദ മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ഈ റീജിയൻസിൽ എന്തെങ്കിലും ഡിസ്റപ്ഷൻ ഉണ്ടായാൽ ഡൊമസ്റ്റിക് സപ്ലൈനെ ഇത് അഫക്റ്റ്. ഓക്കെ, ഹൈ ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ് എസ്പെഷ്യലി ഫോസ്ഫേറ്റ്സ് ആൻഡ് പൊട്ടാഷ് ലീവ് ഇന്ത്യ വൾണറബിൾ ടു ഇൻ്റർനാഷണൽ പ്രൈസ് വോളറ്റിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വേറൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഡിസ്പൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിമാൻഡ്, ഇന്ത്യസ് ഡൊമസ്റ്റിക് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇസ് ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ഇറ്റ്സ് നീഡ്സ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ എക്സ്പാൻഡിങ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടറിൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ കുറവാണ്. എക്സിസ്റ്റിംഗ് ഫാക്ടറീസ് ഓൾസോ ഫേസ് ചാലഞ്ചസ് ഇൻ സ്കെയിലിംഗ് അപ്പ് പ്രൊഡക്ഷൻ ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ഇമ്പോർട്ട്സ്. പിന്നെ എൻവയോൺമെൻറ്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി കൺസേൺസ് ഉണ്ട്. എക്സസീവ് റിസൈലൻസ് ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സബ്സിഡി ഡ്രിവൺ ഡിമാൻഡ് റൈസസ് കൺസേൺസ് അബൌട്ട് സോയിൽ ഡിഗ്രഡേഷൻ ആൻഡ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. പിന്നെ ബാലൻസിങ് ഫെർട്ടിലൈസർ യൂസേജ് വിത്ത് എക്കോ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ്. അതായത് ഓർഗാനിക് ഇൻപുട്സ്, അതായത് നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസേജ് സോയിൽ ഹെൽത്തിനെ ലോങ് ടേമിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇമ്പാക്ട് ഓഫ് യുക്രൈൻ ക്രൈസിസ് ഓൺ ദ ഗ്ലോബൽ ഫെർട്ടിലൈസർ മാർക്കറ്റ്. ദ കോൺഫ്ലിക്റ്റ് ഹാസ് ഡിസ്റപ്റ്റഡ് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഇൻ യൂറോപ്പ്, ഇൻക്രീസിംഗ് ഗ്ലോബൽ പ്രൈസസ് ആൻഡ് റെഡ്യൂസിംഗ് അവൈലബിലിറ്റി. കീ ഫെർട്ടിലൈസർ കമ്പോണൻറ്റ്സ് ലൈക്ക് പൊട്ടാഷ്, അമോണിയ ആൻഡ് ഫോസ്ഫേറ്റ്സ് പ്രൈസ് സ്പൈക്സ് ഉണ്ടായി. അത് ഇന്ത്യയുടെ ഇമ്പോർട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിത്ത് റെഡ്യൂസ്ഡ് ഗ്ലോബൽ സപ്ലൈസ്, countries have begun looking for alternatives or increasing domestic production to minimize dependency on foreign supplies. അപ്പോൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് ഇങ്ങനൊരു സാഹചര്യത്തിൽ? ടു അഡ്രസ് ദ ഫെർട്ടിലൈസർ ഇമ്പോർട്ട് ചാലഞ്ചസ് സെവറൽ പോളിസി മെഷേഴ്സ് ക്യാൻ ബി അണ്ടർടേക്കൺ. ഒന്നെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുക. അതായത് ഡൊമസ്റ്റിക് ഫെർട്ടിലൈസർ പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരിക, ന്യൂ യൂറിയ പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഗവൺമെൻറ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് എ പോളിസി ഫോർ സ്ട്രീം ലൈനിങ് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ടു റെഡ്യൂസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് റിട്ടേൺ ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ സ്റ്റേബിൾ എക്കണോമിയുള്ള, സ്റ്റേബിൾ ഗവൺമെൻറ് ഉള്ള കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. റെഡ്യൂസ് റിസൈലൻസ് ഓൺ ഫ്യൂ ജിയോ പൊളിറ്റിക്കലി സെൻസിറ്റീവ് നേഷൻസ് ആൻഡ് പ്രൊവൈഡ് എ ബഫർ ഡ്യൂറിങ് ഇൻ്റർനാഷണൽ ക്രൈസിസ്. പിന്നെ പ്രൊമോട്ട് ഓൾട്ടർനേറ്റീവ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. Encourage the use of biofertilizers and organic fertilizers to reduce dependence on chemical fertilizers, improving soil health and promoting sustainable agriculture.
പിന്നെ പോളിസി ഷുഡ് ഫോക്കസ് ഓൺ എഡ്യൂക്കേറ്റിംഗ് ഫാമേഴ്സ് അപ്പോൾ അതായത് ഇപ്പോൾ ഫെർട്ടിലൈസർ യൂസേജ് ആണെങ്കിലും ഒരു പ്ലാന്റിന് എത്ര ഫെർട്ടിലൈസർ യൂസ് വേണം എന്നുള്ളൊരു കാര്യമൊന്നും നമ്മുടെ ഫാമേഴ്സിന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇവർക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. പിന്നെ എഫിഷ്യൻറ്റ് യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്സിഡീസ്. ദ ഗവൺമെൻറ് നീഡ്സ് ടു റാഷണലൈസ് ദ ഫെർട്ടിലൈസർ സബ്സിഡി സിസ്റ്റം ടു അവോയ്ഡ് വേസ്റ്റേജ് ആൻഡ് എൻഷുർ ദാറ്റ് സബ്സിഡീസ് റീച്ച് ജെന്യുവിൻ ബെനിഫിഷ്യറീസ്. പിന്നെ ഇൻട്രൊഡ്യൂസ് മെഷേഴ്സ് ടു മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് ഫെർട്ടിലൈസർ യൂസേജ് ടു അവോയ്ഡ് എക്സസീവ് ആപ്ലിക്കേഷൻ വിച്ച് ക്യാൻ ലീഡ് ടു എൻവയോൺമെൻറ്റൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. പിന്നെ എൻകറേജ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, അതായത് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ അതല്ലെങ്കിൽ അത് റിസർച്ച് ചെയ്യാനായിട്ടുള്ളതിനകത്തൊക്കെ ഇന്നോവേഷനും ഇതുമെല്ലാം റിസർച്ചും കൊണ്ടുവരണമെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് കൊണ്ടുവരണം. അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യം നടക്കും. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് could be instrumental in building resilient supply chains and production facilities. അപ്പം ഇതാണ് നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും പോളിസി വൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഇൻ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്സ് അണ്ടർസ്കോർ ദ നീഡ് ഫോർ എ ബാലൻസ്ഡ് അപ്രോച്ച് കമ്പൈനിങ് ഇൻക്രീസ്ഡ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ with sustainable agriculture practices. Addressing these issues will not only reduce India's import dependence but also support the country's goals for food security and environmental sustainability. With strategic investments and policy measures, India can work towards a more resilient fertilizer supply chain and ensure the well-being of its agriculture sector. അപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടും വുമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടും ഉള്ള ടോപ്പിക്സ് നമ്മൾ ഇന്ന് കവർ ചെയ്തു. അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഇപ്രാവശ്യം നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും DNA അനാലിസിസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.